ഈ വരുന്ന ദിവസങ്ങളിലോ അടുത്ത ആഴ്ചയോ നിങ്ങൾ റേസ് ചെയ്യണം. കാരണം എന്നെ പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്നും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച സത്യം പറയാൻ ഞാൻ കാണില്ല. ആ ജോലി നിങ്ങളെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് എന്റെ വിഷയം കൂടെ പറഞ്ഞിട്ട് കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് പോലീസുകാര് വീണ്ടും രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഓൾറെഡി അപ്രോച്ച് ചെയ്തു. അതിന്റെ ഹിയറിംഗ് തിങ്കളാഴ്ച ഉണ്ട്. ആദ്യത്തെ പോയിന്റ്, വേണമെങ്കിൽ എനിക്ക്, ഞാനിങ്ങനെ ചോദിക്കുകയല്ല, വേണമെങ്കിൽ എനിക്ക് ശബരിമല തന്ത്രിയോട് അനീതി ചെയ്തു, കള്ളക്കേസിൽ കുടുക്കി, പ്രതികാരമായി അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഏതെങ്കിലും രീതിയിൽ CPM-നെ കേസുമായി ബന്ധിപ്പിക്കണം. അന്നത്തെ ദേവസ്വം മെമ്പർ 83 വയസ്സായ സ്ട്രോക്ക് വന്ന ഒട്ടും വയ്യാതെ കിടക്കുന്ന ശ്രീ ശങ്കർദാസിനെ കൂടി കേസിൽ കുടുക്കി ഉപദ്രവിക്കണം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. 95% ആൾക്കാരും BJP-യിലെയും കോൺഗ്രസിലെയും ആൾക്കാർ അതാണ് പറയുന്നത്. തന്ത്രിയുടെ കാര്യം ഓക്കെ, ഇനി മന്ത്രിയെ കൂടെ അറസ്റ്റ് ചെയ്യണം, എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന്. അങ്ങനെ പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വരമല്ല. അനീതിക്ക് മറുപടി കൂടുതൽ അനീതിയല്ല, കള്ളത്തിന് മറുപടി കൂടുതൽ കള്ളമല്ല. ഈ കേസിൽ നോക്കൂ, ഞാൻ ഫ്രണ്ട് പേജിൽ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിന്റെ അനുമതി ചോദിച്ചില്ല എന്ന് പറഞ്ഞൊരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യും. ദൈവത്തിന്റെ അനുമതി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന അതേ വാചകങ്ങളാണ്. ഞാൻ ഇനിയും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ TV നിന്നായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് കാണുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പിയുടെ ഒറിജിനലും ആ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും അതിന്റെ സാധാരണ മലയാളവുമാണ്. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം, പ്രത്യേകിച്ച് നിങ്ങൾ അറിയാനാണ്. ദേവന്റെ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ DT എന്നാണ് നമ്മൾ പറയുന്നത്. ദേവന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക നടപടിക്രമങ്ങൾ പാലിച്ചില്ല. SIT-കാര് അയ്യപ്പൻ മൊഴി കൊടുത്തു, ദൈവത്തിന് അനുമതി കിട്ടിയില്ല. പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അയ്യപ്പന്റെ അനുമതി കിട്ടിയില്ല എന്ന് SIT-കാർക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പൻ മൊഴി കൊടുത്തു. അതായത് അയ്യപ്പനും അവിടുത്തെ തന്ത്രിയും അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലെ മൂർത്തിയും അവിടുത്തെ പുരോഹിതനും അല്ലെങ്കിൽ പ്രീസ്റ്റോ തന്ത്രിയും തമ്മിലുള്ള ധ്യാനത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെങ്കിൽ അയ്യപ്പന് ഇമെയിൽ അയക്കുകയല്ല ചെയ്യുന്നത്. പകരം ദേവന്റെ അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയാനുള്ള ഏക അധികാരമുള്ള ആള് തന്ത്രിയാണ്. അപ്പം ദേവന്റെ അനുജ്ഞ നിർത്താതെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടിക്രമങ്ങൾ പാലിക്കാതെയും പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് അറിവുള്ള, അതായത് ആര് പുറപ്പെടുവിച്ചിട്ടുള്ളത്? ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന അറിവുള്ള രാജീവ് തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ആചാര കാര്യങ്ങളിലെ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി അപ്രകാരം പ്രവർത്തിച്ചില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മുതലുകൾ കൈമാറുന്നത് തടയാൻ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തി. അതായത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി പാലിച്ചു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുത്തുവിടുന്ന തടഞ്ഞില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവിട്ടാൽ തന്ത്രിക്ക് എതിർ പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലും എഴുതി തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കേസിന്റെ മെറിറ്റിലേക്ക് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, എല്ലാ അമ്പലങ്ങളിലും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാ അമ്പലങ്ങളിലും 2 തരത്തിലാണ് അതിന്റെ അധികാര ഘടന. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണപരിധിയാണ്. ആത്മീയ കാര്യങ്ങൾ, ആചാര കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എനിക്ക് അങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ 2026 ഇലക്ഷന് വേണ്ടി ഒരു ഇലക്ഷൻ പ്രതിരോധ ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത്. അതായത് CPM-നെതിരെ വരുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോട് ബന്ധപ്പെട്ടവർക്കെതിരെ വരുന്ന വാദങ്ങളെ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ ശ്രദ്ധ തിരിക്കാനും തന്ത്രിയെ ബലിയാടാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനും തന്ത്രിയെ ബലിയാടാക്കി ശ്രദ്ധ മാറ്റാനും ഉള്ളൊരു ശ്രമമല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട് ഹൈക്കോടതിയുടെ. ഒന്നിൽ പോലും തന്ത്രിയെ കുറിച്ച് നെഗറ്റീവായി പരാമർശിച്ചിട്ടില്ല. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഈ കേസിലെ പരാതിക്കാരൻ ഹൈക്കോടതിയാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും സ്വമേധയാ എടുത്ത കേസാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ കേസിലെ പരാതിക്കാരൻ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ ഹൈക്കോടതി മുമ്പോട്ട് വെച്ച കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒരു ഇടക്കാല വിധിന്യായത്തിൽ നമ്പറിട്ട് അക്കമിട്ട് ഈ 9 കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മളെല്ലാം വളരെ ആവേശത്തോടെ കണ്ടതാണ്, അഭിമാനത്തോടെ കണ്ടതാണ്. നമ്മുടെ ഹൈക്കോടതി ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയെ എക്സ്പോസ് ചെയ്യാൻ എടുക്കുന്ന മഹത്തരമായ ശ്രമങ്ങൾ.
യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിലെങ്കിലും ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരെ കുറിച്ച് നെഗറ്റീവ് പരാമർശമുണ്ടോ? അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വേട്ടയാടുന്നത് എന്തിനാണ്? ഭരണപരമായ ഒരു വീഴ്ച, അഡ്മിനിസ്ട്രേറ്റീവ് ആയ ഒരു വീഴ്ച ഉണ്ടായതിന് തന്ത്രി എന്തിനാണ് പറയുന്നത്? ഇനി ഒരു കാര്യം കൂടെ ആദ്യമേ പറയാൻ വ്യക്തമാക്കുന്നു. തന്ത്രി ഏതെങ്കിലും തരത്തിൽ എന്റെ ബന്ധുവായതുകൊണ്ടോ പരിചയക്കാരനായതുകൊണ്ടോ അല്ല ഇത് പറയുന്നത്. ഞാനും കണ്ഠരര് രാജീവരവകളും പരസ്യമായി പല കാര്യങ്ങളിലും വിയോജിച്ചിട്ടുണ്ട്. അതിശക്തമായി പൊതുമാധ്യമങ്ങളിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ശബരിമല പ്രക്ഷോഭ കാലത്ത് 2018 എന്റെ മുത്തശ്ശിയാണ് ആദ്യമായി അറസ്റ്റിലായത്. എന്നെ അതിരൂക്ഷമായി എന്ന് കണ്ഠരര് രാജീവ് വിമർശിച്ചിരുന്നു. ഈ അന്തർജനത്തെ അല്ലെങ്കിൽ ഈ പ്രായമായ സ്ത്രീയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി അറസ്റ്റ് ഒന്നും വേണ്ട എന്ന് വിമർശിച്ചിരുന്നു. ഞാനും തിരിച്ച് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലല്ല. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലും സുപ്രീം കോടതിയിലടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇടപെട്ട വ്യക്തി എന്ന രീതിയിലുമാണ് പറയുന്നത്. അയ്യപ്പ ധർമ്മസേനയുടെയും അയ്യപ്പ വിശ്വാസികളുടെയും ഭാഗത്തു നിന്നാണ് പറയുന്നത്. കണ്ഠരര് രാജീവന്റെ തെറ്റെന്താ? ആദ്യം പല ആൾക്കാരും പല നിറം പിടിപ്പിച്ച കഥകൾ പറയുകയുണ്ടായി. പിന്നീട് ഈ മാധ്യമങ്ങളിലും കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് ഇത് ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് തോന്നിയോ? തികച്ചും ദുർബലവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞൊരു റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഇനി ഇതിന് മറുപടി, അതുമാണ് വളരെ പ്രസക്തം. ഇനി ഞാൻ അറസ്റ്റ് ചെയ്തു പോയാൽ വേറെ ആരും പറയാനില്ലെങ്കിൽ നിങ്ങൾ പറയണം. നേരെ തിരിച്ച് ഈ ശങ്കർദാസ് എന്ന് പറയുന്ന 83 വയസ്സായ മനുഷ്യൻ, പക്ഷാഘാതം വന്ന് സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് നന്മയാണുള്ളത്? ട്രയലിന്റെ ഘട്ടത്തിൽ ഇദ്ദേഹം തെറ്റിയിട്ടുള്ളത് കോടതി പറഞ്ഞാൽ ചെയ്യാം. പക്ഷേ ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഈ വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നന്മയും ന്യായവുമില്ല. CPM-നോട് എതിര് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. കടകംപള്ളി സുരേന്ദ്രൻജിയോടക്കം CPM-നോട് എതിര് നിൽക്കുന്ന, അടുത്ത തവണ കോൺഗ്രസ് ജയിക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കടകംപള്ളി സുരേന്ദ്രൻ സാറ് മാത്രമായിരുന്നു വന്ന് വിശ്വാസികളോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചത്. ആക്ടിവിസ്റ്റുകൾ വേണ്ട, സ്ത്രീകൾ വേറെ, ആക്ടിവിസ്റ്റുകൾ വേറെ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് ശ്രീ കടകംപള്ളി. എന്തിന്? നമ്മുടെ അയ്യപ്പ സംഗമം, മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമത്തിന് പോലും വന്ന് ശബരിമല വിധിന്യായ സുപ്രീം കോടതിക്ക് തെറ്റായി പോയി എന്ന് പറയാൻ പോലും ധൈര്യം കാണിച്ചതാണ്. ഇതേവരെ കോടതി കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തെങ്കിലും പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടി എതിർപക്ഷത്ത് നിൽക്കുന്നവരെയോ മറുപക്ഷത്ത് നിൽക്കുന്നവരെയോ കരിവാരി തേക്കുന്നതിന് എന്ത് മെച്ചമാണ്, എന്ത് നന്മയാണ്? ഇപ്പൊ ഇന്നലെ പ്രധാനപ്പെട്ട, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പ്രധാനപ്പെട്ട കോൺഗ്രസ് BJP നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണുകയുണ്ടായി. തന്ത്രി ഓക്കെ, ഇപ്പൊ ഈ മന്ത്രിയെ കൂടെ വേണം. ഈ പ്രാസം ഒപ്പിച്ചാൽ സത്യമാകും. ഈ പ്രാസം ഒപ്പിച്ച ഇനി അടുത്ത മന്ത്രി അറസ്റ്റ് ചെയ്താൽ ഇന്ന് അടുത്ത മുഖ്യമന്ത്രി. ഇതിനൊരു നിരന്തര പരമ്പരയായി പോകാൻ ഇത് TV സീരീസോ വെബ് സീരീസോ TV സീരിയലോ എന്തെങ്കിലും ആണോ? അതായത് എല്ലാ ആഴ്ചയും ആരെങ്കിലും കൊടുക്കണം, അതിന്റെ പേരിൽ നമുക്ക് ആനന്ദിക്കണമെന്ന് കരുതുന്നതിന് എന്ത് ലോജിക്കാണ്? ഇതുവരെ ലഭ്യമായ തെളിവുകൾ എന്താ? ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നും, അതായത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കൊണ്ടുപോയി 1.5 കിലോഗ്രാമും 2.5 കിലോഗ്രാമും ഉള്ളത് 400 ഗ്രാമും 450 ഗ്രാമും ആയി കുറയുകയുണ്ടായി. ഇതാണ് അന്വേഷണം. ഇതിനപ്പുറമായിട്ട് ഏതെങ്കിലും വലിയ ഡീലുകൾ നടന്നിട്ടുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്ന പോലെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 500 കോടി വരെയുള്ള ഡീല് നടന്നു എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് പകരം പഴയ കേസിന്റെ പരിധികളിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് പുതിയ ആൾക്കാരെ കുടുക്കി എല്ലാ ആഴ്ചയും പുതിയ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനപ്പുറം എന്ത് നന്മയാണ് ഇതിലുള്ളത്? അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്വമേധ്യാ കേസ് ആയതുകൊണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതാണ്. ഇനി പ്രൊസീജിയർ ഉണ്ട്. അദ്ദേഹത്തിന് ചൊവ്വാഴ്ചയാണ് വരുന്നത്. അതിനുശേഷം വീണ്ടും കീഴ്ക്കോടതികളാരും ഒരുപക്ഷെ ജാമ്യം കൊടുക്കില്ല, മേൽക്കോടതികളിലേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടുമായിരിക്കും. ഫ്രിവിലസ് കേസാണ്. പക്ഷേ അതിനുള്ളിൽ ശബരിമലയെ അപമാനിക്കാനും ശബരിമല തന്ത്രിയെയും വിശ്വാസികളും അപമാനിക്കാനും ഒരു നീക്കമല്ലേ നടക്കുന്നത്? തന്ത്രിക്കെതിരെ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്നോ, തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയെന്നോ, അങ്ങനെ ഒന്നും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ആലോചിച്ചു പോകും. ഞങ്ങൾ ആദ്യം ഞാനൊക്കെ കേട്ടപ്പോൾ ഞെട്ടുകയാണ് ഉണ്ടായത്. അതായത് ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രികമായ കാര്യങ്ങളിൽ, ആചാര കാര്യങ്ങളിൽ വീഴ്ച വരുത്തി. അപ്പോ ഇനി ഒരു കാര്യം കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇനി ഞാൻ അടുത്ത ആഴ്ച അറസ്റ്റിലായാലാണ്. ഈ അടുത്ത ആഴ്ച മുതൽ എന്നാ കടകംപള്ളി, എന്നാ ശങ്കർദാസ് എന്ന് പറഞ്ഞ് പോകരുത്. സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനി എന്നെ ഇന്നലെ വിളിച്ച് വളരെ മുതിർന്ന 1-2 നേതാക്കൾ പറഞ്ഞു, ശങ്കർദാസ്, ഞാൻ കുറെ ദിവസമായി ശ്രീ ശങ്കർദാസിനെ ടിവിയിൽ സപ്പോർട്ട് ചെയ്തു. ശങ്കർദാസിനെ സപ്പോർട്ട് ചെയ്തത് അയാളുടെ മകനാണ് ശബരിമല യുവതികളെ കയറ്റിയത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇനി ആണെങ്കിലും അല്ലെങ്കിലും അതിന്റെ പേരിൽ പുള്ളിയുടെ അച്ഛനെ വേട്ടയാടാൻ പറ്റൂ. അതായത് ശ്രീ ശങ്കർദാസിന്റെ മകൻ നമ്മുടെ ഹരിശങ്കർ ഇവിടുത്തെ DIG ആണെന്ന് പറയാം, പുള്ളിയാണ് കയറ്റിയെന്ന് പറയുന്നത്. എനിക്കറിയില്ല, ആയിരിക്കാം അല്ലായിരിക്കാം. അത് അന്നത്തെ പ്രശ്നം. അന്ന് പരസ്പരം തല്ലുകൂടി അത് തീർന്നു, വിശ്വാസികൾ വിജയിക്കുകയും ചെയ്തു. 2018 എനിക്കറിയില്ല കേട്ടോ, അദ്ദേഹം കയറ്റിയതല്ല, അങ്ങനെ ആരോപണമുണ്ട്, പല ആൾക്കാരും ഉന്നയിച്ചു. 2018 അദ്ദേഹം എന്തോ ചെയ്തു എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ ജയിലിൽ കിടത്തണമെന്ന് പറയുന്നത് എന്ത് നന്മയാണ്? നമ്മൾ ഈ വ്യക്തിവിരോധം തീർക്കാനായി പോലീസ് കേസിനെയും കോടതിയും ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ തിന്മ ഒന്നുമില്ല.
അതുകൊണ്ട് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലുള്ള ശക്തമായ നിലപാടും അഭ്യർത്ഥനയുമാണ് അറ്റ്ലീസ്റ്റ് ആ ശങ്കരദാസ് എന്ന് പറയുന്ന പാവപ്പെട്ട ഇത്രയും പ്രായമായ മനുഷ്യനെങ്കിലും വേട്ടയാടുന്നത്. അദ്ദേഹം നിങ്ങൾ ദൈവത്തിന്റെ സ്വത്ത് കട്ടവരാണ് എന്നൊക്കെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ഒന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ വിധിന്യായം ഞാൻ വായിച്ചു. അങ്ങനെയൊന്നും അല്ല അത് പറഞ്ഞിരിക്കുന്നത്. കാഷ്വൽ ഒബ്സർവേഷന്റെ ഭാഗമായി ഈ കേസ് ഇതാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇങ്ങനെ പൊലിപ്പിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അപ്രോച്ച് ചെയ്യും, ഇത്രയും സുപ്രീം കോടതി പറഞ്ഞുള്ളൂ. പക്ഷേ നമ്മൾ ഈ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ല. ഇവിടെ നടക്കുന്നത് കള്ളത്തരവും അനീതിയുമാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ CPM-ന് ഇലക്ഷൻ നേട്ട തിരിച്ചടി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഫലമാണെന്ന് കണ്ട് 2026 ഇലക്ഷനുള്ള പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് നന്മയുടെ രാഷ്ട്രീയമല്ല, നല്ല രാഷ്ട്രീയമല്ല. ആ വിഷയത്തിന് രാഷ്ട്രീയമായ മറുപടി പറയാം. പക്ഷെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും നിൽക്കാത്ത ആൾക്കാരെ അത് അറസ്റ്റ് ചെയ്യുന്നതിന് അർത്ഥമല്ല. ഇനി എന്റെ കാര്യം കൂടെ, അത് ഇന്നലെ വരെ അറിഞ്ഞത്, എന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ സത്യം പറയാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ദൈവത്തെ ഓർത്ത് ഏതെങ്കിലും വേട്ടമൃഗത്തെ എല്ലാ ദിവസവും വേണം എന്ന ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തരുത്. കോടതിയുടെ പരിധിയിലും കോടതി മുമ്പോട്ട് വെക്കുന്ന ഒബ്സർവേഷനിലും അല്ലെങ്കിൽ റിട്ടേൺ വെർഡിക്റ്റിൽ നിന്നുകൊണ്ട് തന്ത്രിക്കെതിരെ ഒരു പരാമർശം പോലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നില്ല എന്നുള്ള ഒരു ഫാക്റ്റാണ്. ഇതുവരെയാണോ? ഇതുവരെ വസ്തുതയാണ്. ഇനി നാളെ ഹൈക്കോടതി തന്ത്രിക്കെതിരെ എന്തെങ്കിലും പരാമർശം പറഞ്ഞിരിക്കട്ടെ, നമ്മളടക്കം എല്ലാവരും എതിര് പറയും. എനിക്ക് കോടതിയെ വിശ്വസിക്കാൻ എല്ലാവർക്കും ഒരു വഴിയില്ല. ഹൈക്കോടതി തന്ത്രിക്കെതിരെ പരാമർശം പറയുന്നത് വരെ ഈ തന്ത്രിയല്ല ആരെയാണെങ്കിലും കരിവാരി തേക്കാനോ മോശവൽക്കരിക്കാനോ അല്ലെങ്കിൽ കാറടച്ച് വെടിവെക്കാനോ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് അത് വ്യക്തിപരമായ താല്പര്യം കൊണ്ടല്ല, ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഈ കള്ളക്കേസുകളുടെയും പൊളിറ്റിക്കലി ഡ്രിവൻ കേസസ്, രാഷ്ട്രീയ ലാഭങ്ങളുടെ കേസുകളുടെ ഒരു പരമ്പരയാണ്. 3 പോയിന്റുകൾ ഒന്നുകൂടെ സംഗ്രഹിച്ച് നിർത്താം. ഒന്ന്, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി അടുത്ത തവണ 2026 ഇലക്ഷനിലേക്ക് CPM-നെതിരെ വരുന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിനെതിരെ വരുന്ന വിമർശനങ്ങളിൽ മുനയടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർക്ക് മുനയടിക്കാൻ കഴിയുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. പക്ഷെ അതിന് ഈ കേസുമായി യാതൊരു ബന്ധമില്ലാത്തവരെ കള്ളക്കേസിൽ പിടിച്ചിടരുത്. രണ്ടാമത്തെ കാര്യം, തന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദുർബലവും വൈരുദ്ധ്യവും ഉള്ളതാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി തടയണമെന്നാണോ പറയുന്നത്? നിങ്ങൾ ആ വരികളിൽ നിന്ന് നോക്കുക. അതായത് അങ്ങനെ മുതൽ കൈമാറുന്നതിന് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെയും വീഴ്ച വരുത്തിയിട്ടുണ്ട്. തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവസ്വം ബോർഡ് അങ്ങനെ ഉത്തരവിട്ടാൽ തന്ത്രിക്ക് ആലോചിച്ച് നോക്കുക എന്താ എഴുതിയിരിക്കുന്നത്. കുറച്ച് ലോഡഡ് ലാംഗ്വേജിൽ കടുകട്ടിയുള്ള മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതി എഴുതിയെന്ന് പറഞ്ഞ എന്താ അർത്ഥം ആ വരി? അതുകൊണ്ട് ദേവന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക കാര്യങ്ങൾ പാലിച്ചില്ല, ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മേൽ പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല. തന്ത്രി എന്ത് ചെയ്യണം? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല. അപ്പൊ തന്ത്രി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദികളൊന്നും ഞാനായിരിക്കും. ഞാൻ എപ്പോഴും പോകുമ്പോൾ പറയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റി സോഫ്റ്റ് ടാർഗറ്റ് ആകുന്നത് ഇങ്ങനെയാണ്. കാര്യം ക്രിസ്ത്യനോ മുസ്ലിമോ സമൂഹത്തിൽ ഏതെങ്കിലും പുരോഹിതനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെയോ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് അപമാനിക്കാൻ പലപ്പോഴും ഗവൺമെന്റുകൾ മുതിരില്ല. കാരണം സംഘടിതമായ ശക്തിയോ ഈ അസംഘടിതമായ ഹിന്ദു സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും. ശബരിമലയെ പോലെ സെക്കുലറായ പ്ലൂറലിസ്റ്റിക് ആയ ബഹുസ്വരവും മതസൗഹാർദ്ദവുമായ സ്പേസിലുള്ള ഒരാളാണ്. വാവരും വെളുത്തിയുള്ള ആളാണ്. നമ്മുടെ പ്രസിഡന്റ് പോലും വാവരുവള്ളി പോയിട്ടാണ് അയ്യപ്പനോട് തൊഴാൻ വരുന്നത്. ആ സ്പേസിലുള്ള ഹിന്ദുവായ തന്ത്രി അല്ലെങ്കിൽ വിശ്വാസിയായ തന്ത്രിക്കെതിരെ അങ്ങനെ വരുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് ചെയ്യുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹത്തിനടക്കം നീതി കൊടുക്കാൻ കഴിയണം. അദ്ദേഹത്തിനോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടല്ല, യാതൊരു തരത്തിലുള്ള ബന്ധുത്വം കൊണ്ടല്ല, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടല്ല. നടക്കുന്നത് പച്ചയായ അനീതിയാണ്, പച്ചയായ കള്ളത്തരങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും വലിയ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷന് CPM-നും പിണറായി ഗവൺമെന്റിനും എതിരെ വരുന്ന മുനയൊടിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. കോടതി ഒബ്സർവേഷൻ വെച്ച് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാവൂ. CPM-നെ എതിർക്കുന്ന കോൺഗ്രസിനും BJP-യോടുള്ള അഭ്യർത്ഥന, ഇതൊരു പൊളിറ്റിക്കൽ ഫുട്ബോളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കാനുള്ള അവസരമായി എടുക്കരുത്. കാര്യം ഈ ഗോള് പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതമാണ്. ഇപ്പൊ ഒരുപാട് ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട്. എന്റെ മുത്തശ്ശനാണ് ഏറ്റവും കൂടുതൽ ശബരിമല തന്ത്രിയായിരുന്ന വ്യക്തി, കണ്ടൂർ മഹേഷ്. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത്, എന്ത് പറ്റി, അവര് സ്വർണം മോഷ്ടിച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കോടതി മാറ്റുമായിരിക്കും. പക്ഷെ അവിടേക്കുണ്ടായ ഡാമേജുകൾ, വിശ്വാസികളുടെ വേദന, ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറയുന്ന നറേറ്റീവ്,
പോലീസ് പറയുന്ന കഥ അപ്പാടെ വിഴുങ്ങി അതിന്റെ ബേസിൽ ഒരു മുൻവിധി പ്രജുഡിസ് ഉണ്ടാക്കണമെന്നുമാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പല ആൾക്കാരും പറയുന്ന തന്ത്രിയും മന്ത്രിയും അറിയാതെ ഇവിടെ ഒരു ഇല പോലും വരങ്ങില്ല. പലപ്പോഴും കേട്ടുക എന്തൊരു ലോജിക്കാണ്.